ഹലോ, പിന്നെ ഞാൻ തന്നെയാണ് കേട്ടോ. ഇതെന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ ഫസ്റ്റ് ഡേ ബാംഗ്ലൂർ എത്തിയിട്ട് നിറയെ വീഡിയോസ് ഞാൻ എടുത്തു കൂട്ടിയുണ്ട്. എനിക്ക് എല്ലാം കൂടെ ഒരു വീഡിയോ ആയിട്ട് ഇടാൻ പറ്റിയില്ല. അപ്പം ഞാൻ വിചാരിച്ചു സെക്കൻഡ് പാർട്ടായിട്ട് കുറച്ച് വീഡിയോസ് ഇടാം. അതുകൊണ്ടാണ് കേട്ടോ ഈ വീഡിയോ ഇങ്ങനെ ഇട്ടത്. ഞങ്ങൾ സൂന്നിറങ്ങി നേരെ വന്നത് മോൾ ഓഫ് ഏഷ്യയിലേക്കായിരുന്നു. എന്താ പറയുക, ഒരു 3-4 നിലയുള്ള ഒരു വലിയൊരു ഷോപ്പിംഗ് മോളായിരുന്നു കേട്ടോ. അത് നിറയെ ഷോപ്പുണ്ട്. ഇതൊക്കെ എന്താണെന്ന് എനിക്കറിയില്ല. ഞാൻ കണ്ടപ്പോൾ ജസ്റ്റ് വീഡിയോ എടുത്തെന്ന് മാത്രമേ ഉള്ളൂ. എന്താണെന്ന് എനിക്കറിയില്ല. നിറയെ ഷോപ്പുണ്ട്, ഫുഡ് കോർട്ടുണ്ട്. വീക്കെൻഡ് ആയതുകൊണ്ടായിരിക്കും നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ എവിടെ ചെന്നാലും ഏത് മോളിൽ ചെന്നാലും മോളൊന്നുമില്ല, എവിടെ ചെന്നാലും ഫോട്ടോ എടുക്കണം. അത് നമുക്ക് നിർബന്ധമാണ്. ആ ഫോട്ടോഷൂട്ടാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് നല്ല വിശപ്പുണ്ടായിരുന്നു. എന്ത് കഴിക്കുന്ന ആലോചിച്ചിങ്ങനെ നടക്കുമായിരുന്നു. കാരണം ഞങ്ങൾ 3:30-4 മണിയൊക്കെ ആയപ്പോഴത്തേക്കുമാണ് അവിടെ എത്തിയത്. അതുവരെ ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. നല്ല വിശപ്പുണ്ടായിരുന്നു. എന്ത് കഴിക്കും, ഏത് ഷോപ്പിൽ കയറും എന്ന് ആലോചിച്ചിങ്ങനെ നടക്കുകയാണ്. KFC ഒക്കെ കണ്ടിരുന്നു. അതൊക്കെ നമ്മൾ സ്ഥിരം കഴിക്കുന്നതാണല്ലോ. അതൊക്കെ കഴിക്കണ്ട, വേറെ എന്തെങ്കിലും വെറൈറ്റി പിടിക്കാമെന്ന് വിചാരിച്ച് ഇങ്ങനെ നോക്കി നടക്കുകയാണ് കേട്ടോ. ഒരു കൊറിയൻ ഷോപ്പ് ഞങ്ങൾ കണ്ടു വെച്ചായിരുന്നു. ലാസ്റ്റ് ഒന്നും കിട്ടിയില്ല എന്നുകൊണ്ട് അവിടെ വന്ന് കയറാമെന്നായിരുന്നു പ്ലാന്. ലാസ്റ്റ് കറങ്ങി തിരിഞ്ഞ് അവിടെ തന്നെ വന്നു. ഇനി എന്ത് പറയുമെന്നാണ് ഇങ്ങനെ ആലോചിച്ചിരിക്കുന്നത്. സൂര്യക്കാണെങ്കിൽ റൈസ് വേണം. അവൾക്ക് റൈസ് ഉള്ള എന്തെങ്കിലും മതിയെന്ന് പറഞ്ഞു. ഞാൻ എന്തോ ഒരു റോളാണ് പറഞ്ഞത്. രാഹുൽ വേറെ എന്തോ ഇത് പറഞ്ഞു. ഇത് വാവയെന്നാണ് അവളെ വിളിക്കുക, സൂര്യയുടെ അനിയത്തി. അവളും വേറെന്തോ വെറൈറ്റിയാണ് പറഞ്ഞത്. എൻ്റേത് പിന്നെ വെറൈറ്റി അല്ല, റോള് പിന്നെ എവിടെ പോലും കിട്ടുമല്ലോ. ഇവളുടെ ഇതൊക്കെ വെറൈറ്റിയാണ്. റൈസും അതിൻ്റെ കൂടെ വേറെ എന്തോ ചിക്കൻ്റെ സാധനമൊക്കെ ആയിരുന്നു കേട്ടോ. ഇതും അങ്ങനെ തന്നെ എന്തോ ആയിരുന്നു. എനിക്ക് പിന്നെ നോർമൽ റോളും അതിനകത്ത് ചിക്കൻ്റെ ഫില്ലിങ്സും ആയിരുന്നു. നല്ല വിശപ്പുകൊണ്ടായിരിക്കും കഴിക്കുന്ന. ഈ ഫുഡ് വന്നത് മാത്രമേ ഓർമ്മയുള്ളൂ. കഴിച്ചൊന്നും എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അപ്പോഴത്തേക്കെല്ലാം തീർന്നായിരുന്നു. ഈ ഒരു വീഡിയോ എടുക്കാൻ ചേതോവികാരം എന്താണെന്ന് ചോദിച്ചാൽ, എനിക്ക് ഗ്ലാസ് തൂക്കിയിട്ടിരിക്കുന്നത് നല്ല രസമുണ്ടായിരുന്നു. അവർ സെറ്റ് ചെയ്തിരിക്കുന്നത് കാണാൻ വേണ്ടി കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ആ വീഡിയോ എടുത്തത്. പിന്നെ ആ മോൾ ഫുള്ള് പച്ചപ്പും ഹരിതാപവുമാണ്. എന്താണെന്നറിയത്തില്ല, എവിടെ നോക്കിയാലും ഇങ്ങനത്തെ സെറ്റപ്പാണ് അവിടെ. നല്ല രസമുണ്ടായിരുന്നു, നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ. അത് പറയാതിരിക്കാൻ വയ്യ, നല്ല രസമുണ്ടായിരുന്നു കാണാൻ വേണ്ടി. ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് ഞങ്ങൾ താഴെ എത്തി. കുറച്ച് നേരം വിശ്രമിക്കാം, കുറച്ച് നേരം ഇങ്ങനെ വായി നോക്കാമെന്ന് വിചാരിച്ച് താഴെ എത്തി അവിടെ ഇരുന്ന് കുറച്ച് നേരം വർത്താനൊക്കെ പറഞ്ഞ് വായി നോക്കി. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇറങ്ങാമെന്ന് വിചാരിച്ചു. അപ്പോഴാണ് ഞാൻ വാട്ടറിൻ്റെ ഇത് കണ്ടത്. ഞാൻ ആദ്യം വിചാരിച്ചു ഇത് ഫേക്ക് ആയിരിക്കും, ആർട്ടിഫിഷ്യൽ ആയിരിക്കും എന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ ശരിക്കുള്ള വാട്ടറാണ് കേട്ടോ അത്. പക്ഷേ അങ്ങനെ പറയുള്ളൂ. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ അത് കാണാൻ വേണ്ടി. അതായത് വൈകുന്നേരം ഒരു 6-7 മണി 6:30 ആയിട്ടുണ്ടാവും. അപ്പോഴത്തേക്കും ഞങ്ങൾ പുറത്തിറങ്ങി. ഇത് പുറത്തെ ലൈറ്റിംഗ് ഷോയും വാട്ടറും ഇതൊക്കെയാണ് കേട്ടോ. ഞങ്ങൾ അവിടെ നിന്നിട്ട് അധികം നേരം അവിടെ നിന്നില്ല. അവിടെ നിന്ന് ഇറങ്ങി ഊബർ വെയിറ്റ് ചെയ്ത് ഊബർ വന്ന് ലാസ്റ്റ് അതിൽ കയറി വീട്ടിലേക്ക് പോരാൻ വേണ്ടി. കാരണം മടുത്തായിരുന്നു, ടയേർഡായിരുന്നു, കുറേ നടക്കമുള്ളതുകൊണ്ട്. പറയാതിരിക്കാൻ പറ്റില്ല കേട്ടോ. നൈറ്റ് ബാംഗ്ലൂർ ഒരു രക്ഷയില്ല.